നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേര് TVS X എന്നാണ്. അടുത്ത കാലത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത വാഹനങ്ങളിൽ ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിച്ച വാഹനമാണിത്. ഇതുവഴി നടക്കാൻ പോകുന്നവരൊക്കെ വന്ന് ഇതിൻ്റെ ചുറ്റും നിന്ന് ഇതിനെപ്പറ്റി ചോദിക്കുകയും കൊള്ളാമല്ലോ എന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു പയ്യൻ ഇവിടെ വന്നു. ആ പയ്യനോട് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇത് വാങ്ങിച്ചോ, പിൻഭാഗത്ത് ഇരിക്കാൻ പെൺകുട്ടികൾ കൊതിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത്രയധികം ഒരു ഹെഡ് ടേണറാണ് ഈ ഒരു വാഹനം എന്നുള്ളൊരു സംശയമില്ല. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ ഇന്ത്യയിൽ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് ഒരു കമ്പനി അരങ്ങൊഴിഞ്ഞ് പോയ മട്ടാണ്, അത് ഒലയാണ്. പക്ഷേ ഇത്തരത്തിലൊരു തരംഗത്തിന് തുടക്കമിട്ടതെങ്കിലും ഇപ്പോൾ അങ്ങനെ കാര്യമായ രീതിയിൽ രംഗത്തില്ല. ഇപ്പോൾ ഏതറും അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം റിവർ ഇന്ത്യയും ഒക്കെയാണ് വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും TVSൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ പറയാറുള്ളത്, TVS ഒരു ഇന്ത്യൻ കമ്പനി ആയിട്ട് പോലും എപ്പോഴും പരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്നുണ്ടെന്നുള്ള കാര്യമാണ്. TVSൻ്റെ സ്കൂട്ടറുകളെല്ലാം തന്നെ ജനപ്രിയമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുമാണ്. എന്തായാലും EV രംഗത്തും ശക്തമായ സാന്നിധ്യമുണ്ട് TVSന്. എങ്കിൽ പോലും ഇത് വളരെ വ്യത്യസ്തമായ ഒരു സ്കൂട്ടറാണ്. ഇതിൻ്റെ ആകെ ഒരു പ്രശ്നം ഇന്ത്യക്കാർ നോക്കുമ്പോൾ ആദ്യമേ തോന്നുന്നത് ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരേ ഒരു പ്രശ്നമാണ്. കാരണം ഇത് നടുവിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല, രണ്ട് വശത്തേക്കും കാലിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഏത് സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ TVS ഇതിനെ വിളിക്കുന്നത് ക്രോസ് ഓവർ എന്നാണ്. അതായത് ഒരു ബൈക്കിൻ്റെയും സ്കൂട്ടറിൻ്റെ ഇടയിലുള്ള സ്ഥാനമാണ് അവർ പറയുന്നത്. പക്ഷേ മാക്സി സ്കൂട്ടർ എന്നാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ അറിയപ്പെടുന്ന മാക്സി സ്കൂട്ടർ എന്നാണ്. എന്തായാലും യുവാക്കൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രൂപമാണെന്നുള്ളൊരു സംശയമില്ല. തന്നെയുമല്ല, ഇതിൻ്റെ പെർഫോമൻസ് ഒട്ടും മോശമല്ല. 4.5 സെക്കൻഡ് കൊണ്ട് 60 കിലോമീറ്റർ വേഗത എടുക്കും. 140 കിലോമീറ്റർ റേഞ്ചുണ്ട്. 4.4 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഇതിലുള്ളത്. 14.5 BSP ആണ് ഇതിൻ്റെ പീക്ക് പവർ എന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ വാഹനം തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത്, TVS തദ്ദേശീയമായി അവരുടെ സ്വന്തം പ്ലാന്റിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഇലക്ട്രിക് മോട്ടറാണ് ഇതിലുള്ളതെന്നുള്ളതാണ്. ഇത്രയും കാലം നമ്മൾ ചൈനയൊക്കെ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. TVS അവരുടെ ഹോസുവറിലെ പ്ലാന്റിൽ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്ത മോട്ടറാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും ഇന്ത്യൻ എന്ന് വിളിക്കാവുന്നൊരു വാഹനമാണിത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ആദ്യകാലത്ത് MGയുടെയും മറ്റും വാഹനങ്ങൾ കണ്ട് ഞെട്ടിയിരുന്ന ടൈപ്പ് ഒരു വലിയ സ്ക്രീനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 10.25 ഇഞ്ചിൻ്റെ വലിയ ഒരു SD സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫിസിക്കൽ കീ പോലുമില്ല, എല്ലാം തന്നെ സ്ക്രീനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഇതിൻ്റെ പാസ്വേഡ് അടിക്കുക, വാഹനം സ്റ്റാർട്ടാകുന്നു. അതിനുശേഷം ഏത് കാര്യത്തിനും, ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാർജ് ചെയ്യേണ്ട ലിഡ് തുറക്കണമെങ്കിലും അതുപോലെ ബൂട്ട് തുറക്കണമെങ്കിലും എന്തിനും നമ്മൾ ആശ്രയിക്കേണ്ട ഈ സ്ക്രീനിനെയാണ്. സ്ക്രീൻ പക്ഷേ നല്ല റെസൊല്യൂഷനുള്ള നല്ല ഗംഭീരമായ സ്ക്രീനാണെന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ TVS X ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ബൈജു എന്നായിരുന്നു നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് പ്രാഥമികമായിട്ട് നമുക്ക് പറയുന്നൊരു കാര്യം, ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്ന ഒരു പൂർണ്ണമായും സ്കൂട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിലല്ല എന്നുള്ള കാര്യമാണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു ബൈക്കിൻ്റേതുപോലെ തോന്നിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ രീതികളാണല്ലോ, അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും പുതിയ X-Lecton എന്ന് പറയുന്ന TVSൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ടിൻ അലൂമിനിയം അലോയ് ഫ്രെയിം എന്ന് പറയുന്ന സബ് ഫ്രെയിമിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. വളരെ കരുത്തുറ്റ ഒരു പ്ലാറ്റ്ഫോം എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിക്കുമ്പോഴും നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും കളേഴ്സൊക്കെ വളരെ രസകരമാണ്. തുടക്കത്തിൽ ഈ ഒരു റെഡാണ് വരുന്നതെങ്കിലും പിന്നെ ഒരു ബ്ലൂ ബ്ലാക്ക് മിക്സ് പോലുള്ള പല കളേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുൻഭാഗം കാണാം. മുൻഭാഗത്തെല്ലാം LED ലൈറ്റുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LED ഹെഡ്ലാമ്പിൻ്റെ എലമെൻസ് ഒക്കെ വളരെ രസകരമാണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഭംഗിയുള്ള ഹെഡ്ലാമ്പ് എലമെൻസ് തന്നെയല്ല, ഇതൊരു ഡാൻസിങ് ഹെഡ്ലാമ്പാണ്. നമ്മൾ വാഹനം ഓൺ ചെയ്യുമ്പോൾ അതൊന്ന് ബെൻസിൻ്റെ ഒക്കെ പല വാഹനങ്ങളും കാണുന്നല്ലോ, ഒന്ന് ഡാൻസ് ചെയ്തിട്ടാണ് ഓൺ ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് മറ്റ് 2 ലൈറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്ത് ഈ ഒരു ഭാഗമാണ് ഏറ്റവും ഭംഗിയുള്ളത്. അത് ബ്ലാക്കും അതുപോലെ റെഡും ഒക്കെ ചേർത്ത് നല്ല രസമായിട്ടുണ്ട്. സൈഡിലൊക്കെ ആണെങ്കിലും ആ ഒരു എലമെൻസ് ഒക്കെ തള്ളി നിൽക്കുന്ന എലമെൻസും അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഓർപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെഗ്മെൻറ്റാണ്, മാക്സി സ്കൂട്ടർ എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ്. ഇവിടെ TVSൻ്റെ ലോഗോ കാണാം. താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 12 ഇഞ്ച് ടയേഴ്സാണ്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ നമ്മൾ നോക്കുമ്പോൾ 14 ഇഞ്ചെങ്കിലും ആകാമായിരുന്നു എന്ന് തോന്നും. അത് ഈ ഒരു വലിപ്പം അല്പം കുറഞ്ഞതുകൊണ്ട് തന്നെയാണ്. മുന്നിലും പിന്നിലും ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. മുന്നിൽ 200 mm ബാക്കിൽ 195 mm ആണ്. അതുപോലെ തന്നെ സിംഗിൾ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീലൊക്കെ ബ്ലാക്കിൽ കൊടുത്ത് അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ അതിലുമൊക്കെ ചെറിയ ചില എലമെൻറ്റ്സ്, ഈ ഒരു ബ്ലൂ എലമെൻസും അതുപോലെ ചില ഗ്രാഫിക്സും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്ത് അതുമൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്ററിൻ്റെയും കൊടുത്തിരിക്കുന്നത് വളരെ ഒട്ടും മുഴച്ച് നിൽക്കാതെ വളരെ ഭംഗിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് മുന്നിലെ പാനലിനോട്. അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. സൈഡിൽ കളേഴ്സ് പലതരത്തിലുള്ള കളേഴ്സാണ് നമ്മൾ കാണുന്നത്. റെഡ്,
അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഗ്രേയിഷ് കളർ, ഇവിടെ എക്സ് എന്ന് പറയുന്ന ബാഡ്ജിങ് ഗ്രാഫിക്സ്, പിന്നെ ഇവിടെ ഭംഗിയുള്ളൊരു ബ്ലൂ. അപ്പോൾ റെഡും ബ്ലൂവും കൂടി ചേരുമ്പോൾ പലപ്പോഴും വൃത്തികേടാകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ വളരെ ഭംഗിയുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു മാക്സി സ്കൂട്ടറിൻ്റെ രൂപം കൃത്യമായിട്ട് നമുക്ക് തോന്നുന്ന ഈ ഒരു സൈഡ് പ്രൊഫൈലിലാണ്. സൈഡ് പ്രൊഫൈൽ നമ്മൾ ഇന്ത്യയിൽ അധികം കണ്ടുവരാത്ത ഒരു രൂപം എന്ന് തന്നെയാണ് പറയേണ്ടത്. TVS ഇലക്ട്രിക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബാറ്ററി കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അല്ലാതെ പ്ലാറ്റ്ഫോമിലല്ല. ഇഷ്ടംപോലെ കൊടുക്കാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് അത് കാര്യമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഓൺ ചെയ്യേണ്ടത്, അത് ഓപ്പൺ ചെയ്യേണ്ടതെല്ലാം തന്നെ ഈ ഒരു സ്ക്രീനിലാണ്. 700 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് ഉയരമുള്ളവർക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കും. 130 കിലോഗ്രാമേ ഭാരമുള്ളൂ. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. മുന്നിൽ ട്വിൻ ഷോക്കും പിൻഭാഗത്ത് മോണോ ഷോക്കുമാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് ആ സൈഡിലാണ് ആ മോണോ ഷോക്ക് കൊടുത്തിരിക്കുന്നത്. പില്ലൻ റൈഡർക്ക് സുഖമായി ഇരിക്കാമെന്ന് മാത്രമല്ല, പില്ലൻ റൈഡർ ഫുഡ് പഗ് നമുക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാം. ആവശ്യമില്ലെങ്കിൽ സുഖമായിട്ടത് ബോഡിയോട് ചേർന്ന് നിൽക്കും. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ബാക്ക് പിന്നിലേക്ക് വരുമ്പോഴും ആ ഒരു കറുത്ത അലോയ് വീല് അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് വളരെ എക്സ്പോസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വീൽ ട്രാവൽ എന്നൊക്കെ വേണമെങ്കിൽ കാറിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ സ്പേസ് അവിടെയുണ്ട്. പിൻഭാഗത്തൊക്കെ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതും ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നതൊക്കെ ഒട്ടും തന്നെ മുഴിച്ച് നിൽക്കാതെ വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ ഒരു റെഡ് ഡിസൈനും പിൻഭാഗത്ത് ഇതാണ് ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്, ഇച്ചിരിയുള്ള ടെയിൽ ലാമ്പ് അതാണ് ഇവിടെ കാണുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മറ്റൊരു LED ലൈറ്റ് കാണാം. ഇത് ചാർജ് ചെയ്യുമ്പോഴൊക്കെ ഇത് പ്രകാശിച്ച് നിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാർജ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. എന്തായാലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചെയിൻ ഡ്രൈവാണ്, ബെൽറ്റ് ഡ്രൈവ് അല്ല. ഫൈനൽ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത് ചെയിൻ ഡ്രൈവ് ആണെന്ന് മാത്രമല്ല, അത് പെർമനൻ്റ്ലി ലോക്ക്ഡ് ആണ്. അത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഒരു കാലം നിങ്ങൾക്ക് ജീവിതത്തിൽ തുറക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ യൂണിറ്റൊക്കെയാണ് നമ്മൾ ഈ താഴെയായിട്ട് കാണുന്നത്. ഇതാണ് ആ ഒരു മോണോക്കോക്ക്. മോണോക്കോക്കിന് ആ ഒരു റെഡ് നിറം കൊടുത്ത് അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഗ്യാസ് കുറ്റി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒറ്റ പ്രശ്നമായിരിക്കും ഇന്ത്യക്കാർ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ മുന്നിലാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഹാൻഡിൽ ബാറിലേക്ക് വരികയാണെങ്കിൽ, ഹാൻഡിൽ ബാർ ഒക്കെ ലോക്കായി കഴിഞ്ഞു. നമ്മളിനി ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യമായി ഈ സ്ക്രീൻ അങ്ങ് ഓൺ ചെയ്യണം. സ്ക്രീനിൽ നമ്മൾ ആദ്യം പാസ്വേഡ് ഇടണം. ഞാൻ ആരെയും കാണിച്ചു തരില്ല. വാഹനം ഓപ്പണായി, അൺലോക്കായി. ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കുറേ സ്വിച്ചുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായും എന്ന് പറയാം നമുക്ക് ഈ വാഹനത്തെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സ്ക്രീനിലാണ്. ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ച് കാണാം. അതുപോലെ ഇവിടെ ഈ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെയാണ് സ്വിച്ച് അമർത്തേണ്ടത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഹെൽമെറ്റൊക്കെ സുഖമായിട്ട് വയ്ക്കാൻ സാധിക്കുന്ന അത്രയും ഇതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അതെല്ലാം തുറന്ന സ്ഥിതിക്ക് ഇതിൽ ചാർജിങ് പോർട്ട് കൂടെ കാണിച്ചേക്കാം. ഇവിടെയാണ് നിങ്ങൾക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാവുന്ന ആ ഒരു പോർട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഹോണ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, അത്തരം കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ അഡ്ജസ്റ്റബിൾ ഹാൻഡ് ലിവർ കൊടുത്തിരിക്കുന്നു. അതുപോലെ വളരെ ഭംഗിയായിട്ട്, അതും ഈ വാഹനത്തിൻ്റെ രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന സൈഡ് വ്യൂ മിറേഴ്സ്, അത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എൻജിൻ കിൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്റ്റാർട്ട്, അത്തരം കാര്യങ്ങളെല്ലാം. ഇത് മോഡുകൾ, ഇവിടെ താഴെയായിട്ട് മോഡുകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ റൈഡ് മോഡുകൾ മാറുന്നത് നമുക്ക് കാണാം. എക്സ്ട്രൈഡ്, എക്സോണിക്, എക്സ്റ്റെൽത്ത്. അതിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് കാണാവുന്ന ഇവിടെ ഡിസ്റ്റൻസ് ടു MT എന്ന് പറയുന്നത് 66 ആണ് എക്സ്റ്റെൽസി കാണിക്കുന്നതെങ്കിൽ അത് നമ്മളൊന്ന് മാറ്റി എക്സ്ട്രൈഡ് ആകുമ്പോൾ 53 ആയി, എക്സോണിക് ആകുമ്പോൾ 46 ആയി. എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ മോഡ് ഇതാണ്. ആ സമയത്ത് റേഞ്ച് അതുപോലെ ഡ്രോപ്പ് ആകുന്നുണ്ട്. ഇപ്പോൾ 57% ആണ് ഇപ്പോൾ ചാർജ് ഇതിൽ കാണിക്കുന്നത്. എന്തായാലും ഈ സ്ക്രീൻ വളരെ ഭംഗിയുള്ള ഒരു സ്ക്രീനാണെന്ന് മാത്രമല്ല നല്ല റെസൊല്യൂഷനുണ്ട്. നമ്മളിപ്പോൾ നല്ല വെളിച്ചത്ത് വെയിലത്ത് നിന്നിട്ട് പോലും റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ മോശമല്ല. അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു വാഹനത്തിലെ താരം. 10.25 ഇഞ്ചിൻ്റെ ഈ ഒരു HD സ്ക്രീനാണ്. ഇതിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാം. അതായത് നമ്മൾ കാറിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബ് കാണാം, ഇൻസ്റ്റാഗ്രാം റീല് കാണാം. അതോടൊപ്പം തന്നെ ലൈവായിട്ട് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾക്ക് നാവിഗേഷൻ കാണാം. അതായത് നിങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് മഴ പെയ്യാൻ പോവാണോ എന്നല്ല ഉള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വെച്ചാൽ അതിൽ ഇതിൻ്റെ അകത്തൊരു സിമ്മ് ഇൻസേർട്ട് ചെയ്യണമെന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അത് സിമ്മ് ഇട്ടിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ബ്രൗസർ, വീഡിയോസ്, വെൽനസ്, ടിക്ടാക്ക്, ആൻഡ്രോയിഡ് ഓട്ടോ, അത്തരം കാര്യങ്ങളെല്ലാം വയർലെസ്സായിട്ട് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ബ്രൗസർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇപ്പോൾ ഇതിനകത്ത് ഇൻ്റർനെറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മ്യൂസിക് സ്ട്രീമിംഗ് ഉണ്ട്. അതിന് ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പാട്ട് കേട്ടുകൊണ്ട് പോകാം. പിന്നെ മൊബൈൽ ഫോണിൻ്റെ കണക്ടിവിറ്റി ധാരാളം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാസ്വേഡ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് വാച്ച് ആണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും ഈ വാഹനം എടുത്തു പോകണമെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ കീ അവർക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തായാലും TVS അത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ ഞെട്ടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഈ ഒരു ഇൻ്റർഫേസ് ഒക്കെ ആണെങ്കിലും വളരെ ഗംഭീരമാണ്. ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഇൻ്റർഫേസ് ആണെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും മോശമല്ല. വാഹനത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇതിലിപ്പം വളരെ കൃത്യമായിട്ടും വെഹിക്കിളിൻ്റെ ഹെൽത്ത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാം. ടോപ്പ് സ്പീഡ് 103 ആണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഓൾ ടൈം ഡ്രൈവിംഗ് സ്കോർ കാണിക്കുന്നുണ്ട് 69%. പിന്നെ റൈഡ് സമ്മറി വേണമെങ്കിൽ അതിലേക്ക് പോകാം. ബാറ്ററി ഇൻഫോ വേണമെങ്കിൽ അതിലേക്ക് പോകാം. 57% ആണ്. അതിൽ ഓരോ മോഡിലും എത്ര ചാർജ് കിട്ടുമെന്നുള്ള കാര്യം അടക്കമുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗംഭീരമാണ്. അത്ര എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓരോ ദിവസവും എത്ര ഓടി എവിടെ ഓടി എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് കാണുന്നത്. പിന്നെ നാവിഗേഷനിലേക്ക് വരുമ്പോൾ നെറ്റ്വർക്ക് എറർ ഇതാണ്. പിന്നെ അതിപ്പോൾ ഈ സിമ്മില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടില്ല. ചാർജിങ് സ്റ്റേഷന്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം കാണിക്കുന്ന രീതിയിലുള്ള ഒരു നാവിഗേഷൻ സ്ക്രീനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വാഹനത്തെപ്പറ്റി പറയാനുള്ളത്. TVS X എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെപ്പറ്റി പറയാനുള്ളത്. എന്തായാലും TVS വേൾഡ് കമ്പനിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ സെഗ്മെൻറ്റിന് തുടക്കം കുറിക്കുകയാണെന്ന് തോന്നുന്നു TVS ഇത്തരത്തിലുള്ള മാക്സി സ്കൂട്ടറുകളുടെ ഒരു സെഗ്മെൻറ്റിന്. അത് യുവാക്കൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ വന്ന് കണ്ടവരെല്ലാം പറഞ്ഞാൽ ഇത് പിള്ളേർ പിടിക്കും, പിള്ളേർക്ക് ഇഷ്ടപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വില തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അല്പം കൂടുതലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും ഈ ഒരു വലിയ സ്ക്രീനും പിന്നെ ഫോണിൻ്റെ കണക്ടിവിറ്റി അത്തരം എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും യുവാക്കൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ പോകുന്നൊരു വാഹനമാണിത്. ഇപ്പോൾ ഇത് വന്നിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഇവിടെ ഡീലർഷിപ്പിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. 2 വർഷം മുമ്പായിരുന്നു ഇതിൻ്റെ മീഡിയ റൈഡ് കമ്പനി നടത്തിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ ഡീലർഷിപ്പിലേക്ക് എത്തിയപ്പോൾ ഇപ്പം ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കല്ലേ. ഓടിച്ച് നോക്കണമെങ്കിൽ ഹെൽമെറ്റ് വേണം. എങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്താണ് അവസ്ഥ ആണോ. വളരെ ക്വിക്ക് ആക്സിലറേഷനാണ്. തന്നെയല്ല ഈ സ്ക്രീൻ ഓൺ ആകുന്നത് കാണാൻ രസമാണ്. ശ്യാമേപ്പാ അതുകൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഓടിക്കാം. ഇപ്പം നമ്മൾ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ തന്നെ പ്രസ് ചെയ്താൽ ഓണാകുന്നു, പിന്നടിക്കുന്നു. പിന്നെ എല്ലാവരും കണ്ടു കേട്ടോ. ഇതാ ഒരു ഗ്രാഫിക്സും അതിൻ്റെ ഒരു സൗണ്ടും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ ഏറെ പ്രത്യേകതയുണ്ട്. നമ്മൾ വെറുതെ ഒരു വാഹനം, വെറുതെ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന പോലെയല്ല, ഒരു വ്യത്യസ്തമായ ഫീല് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു TVS X നൽകുന്നുണ്ട്. TVSൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡലിലെയും ഒരു കാര്യങ്ങളും എക്സിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളിതിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും പുതിയതാണ്. എല്ലാം പുതുതായിട്ട് ഈ ഒരു X എന്ന് പറയുന്ന മോഡലിന് വേണ്ടി നിർമ്മിച്ചെടുത്തതാണ്. 2018 ഓട്ടോ എക്സ്പോയിൽ ക്രിയോൺ എന്നൊരു മോഡൽ ഒരു പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചിരുന്നു TVS. ആ വാഹനമാണ് ഇപ്പോൾ കുറേ ചേഞ്ചസോടുകൂടി X ആയിട്ട് അവതരിച്ചിരിക്കുന്നത്. ക്രയോണിൻ്റെ ഏതാണ്ട് ഒരു 50% രൂപ മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പുതിയതാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിൽ നേരത്തെ പോയിട്ടുള്ളവർക്ക് വലിയൊരു അത്ഭുതമൊന്നും ഇതിൽ തോന്നില്ല. അതായത് മലേഷ്യ ആയാലും ഫിലിപ്പീൻസ്, അതുപോലെ വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്രോസ് ഓവർ സ്കൂട്ടറുകൾ ധാരാളമുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പുതിയ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 4.4 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ TVS പറയുന്നത് 3.8 കിലോവാട്ടാണ് യൂസബിൾ ആയിട്ട് ഉള്ളത് എന്നുള്ള കാര്യമാണ്. 7 കിലോവാട്ടാണ് ഇതിൻ്റെ ഒരു നോമിനൽ പവറെങ്കിൽ പീക്ക് പവർ എന്ന് വിളിക്കാവുന്നത് 11 കിലോവാട്ടാണ്. 3 റൈഡിംഗ് മോഡുകളും കൃത്യമായിട്ടും പെർഫോമൻസിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ അനുഭവിപ്പിച്ച് തരും. അതോടൊപ്പം തന്നെ ഓരോ മോഡ് മാറ്റുമ്പോഴും എങ്ങനെയാണ് റേഞ്ച് കുറയുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കാം. വളരെ സോളിഡ് ആയിട്ടുള്ള ഫീലാണ്, വളരെ സ്റ്റിഫായിട്ടുള്ള പ്ലാറ്റ്ഫോം, ഇതെല്ലാം ചേർന്നിട്ട് ഈ വാഹനത്തെ വളരെ വെയിറ്റുള്ള വാഹനമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും 130 കിലോഗ്രാമേ ഉള്ളൂ വെയിറ്റ്. എങ്കിലും എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും 12 ഇഞ്ചിന് പകരം ഒരു 14 ഇഞ്ച് ടയർ തന്നിരുന്നെങ്കിൽ നിന്ന്. അത് യമഹയുടെ എയറോക്സ് ഒക്കെ ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. 14 ഇഞ്ച് വീലിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ സ്റ്റേർഡിനെസ്സും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് യമഹയുടെ എയറോക്സിലാണ്. ഇത് അല്പം കൂടി വലിയ ടയർ ആകാമായിരുന്നു എന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ തോന്നിയേക്കാം. എന്തായാലും റൈഡിംഗ് പൊസിഷനൊക്കെ പക്കയാണ്. സുഖമായിട്ട് നീണ്ടു നിവർന്നിരുന്ന് ഓടിക്കാം. അതുപോലെ തന്നെ പിൻഭാഗത്തിരിക്കുന്ന ആൾക്കും കാല് സുഖമായിട്ട് നീട്ടി വയ്ക്കാവുന്ന രീതിയിലാണ് ആ ഫുഡ് പെഗെല്ലാം കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് നോക്കുമ്പോൾ കൃത്യമായും ഇതൊരു ബൈക്കാണെന്നല്ല നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ ഗുണം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ക്രോസ് ഓവർ എന്ന് വിളിക്കുന്നതും. അതുപോലെ തന്നെ റൈഡിംഗ് പൊസിഷനും കൃത്യമായൊരു ബൈക്കിൻ്റെതാണ്. കാരണം
ഇടയ്ക്ക് വരുന്ന അതായത് കാല് സ്കൂട്ടറുകൾ വെക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ രണ്ട് സൈഡിലേക്ക് വേണം കാലിടുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീല് കിട്ടും. മറ്റൊരു കാര്യമുള്ളത്, ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓടിക്കുമ്പോൾ നമുക്കൊരു വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടും. കാരണം ഈ ഒരു ഇരിപ്പിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീല് കിട്ടുന്നതുകൊണ്ട് ഒരല്പം ഒരു സ്റ്റെബിലിറ്റിയും അതോടൊപ്പം തന്നെ ആ ഒരു ഇരിപ്പിൽ ഉള്ള ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ ഉള്ള സുഖവും എല്ലാം കൃത്യമായിട്ടും എക്സ് നൽകുന്നുണ്ട്. ബ്രേക്കിംഗ് മോശമല്ല, വളരെ നല്ല ബ്രേക്കിംഗ്. സിംഗിൾ ചാനൽ ABS വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് 5 ലെവലുകൾ കൊടുത്തിട്ടുണ്ട്. അതും കൃത്യമായി നമുക്ക് കൂടുതൽ റേഞ്ച് തരുന്നുമുണ്ട്. എക്സോണിക് എന്ന് പറയുന്ന മോഡാണ് ഏറ്റവും പവർഫുൾ മോഡ്. ഇത് ബാറ്ററി പക്ഷേ 70% ചാർജ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സോണിക് എന്ന് പറയുന്ന ആ ഒരു മോഡിൽ ഓടിക്കാൻ സാധിക്കുള്ളൂ. കാരണം അതിന് റേഞ്ച് വളരെ കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രെയിൻഡ് ഔട്ട് ആവും ബാറ്ററി എന്നുള്ളതുകൊണ്ട് 70% റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സോണിക് എന്ന് പറയുന്ന ആ ഒരു ഗംഭീരമായ പെർഫോമൻസ് മോഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കൂടാതെ എക്സ്റ്റെൽത്ത്, എക്സ്ട്രൈഡ് ഇങ്ങനെ 2 മോഡുകൾ വേറെയും ഉണ്ട്. അത് ഒരുപക്ഷെ ഇക്കോ അല്ലെങ്കിൽ ഒരു മിഡ് പവർ മോഡ് അതിന് സമാനമാണെന്ന് പറയാം. അത് എക്സ്റ്റെൽത്ത് എന്ന് പറയുന്നത് ഒരു ഇക്കോ മോഡ്, എക്സ്ട്രൈഡ് എന്ന് പറയുന്നത് ഒരു മിഡ് പവർ മോഡ്, അങ്ങനെയാണ് പറയാവുന്നത്. ABS, ഹിൽ ഹോൾഡ് ഫീച്ചർ, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഗംഭീരമായ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടുള്ള സ്റ്റിഫ്നെസ്സും ആ ഒരു സ്റ്റേഡിനെസ്സും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ സേഫാണെന്ന് പറയാം. പിന്നെ 770 mm ഉള്ള സീറ്റ് ഹൈറ്റ് എന്നുള്ളതുകൊണ്ട് ഏതൊരു ഹൈറ്റുള്ളവർക്കും സുഖമായിട്ട് ഇരിക്കാനും സാധിക്കും. BSPയിലേക്ക് മോട്ടറിൻ്റെ പവറൊക്കെ മാറ്റി പറയുകയാണെങ്കിൽ 9.38 BSP ആണ് നോമിനൽ പവർ. അതുപോലെ തന്നെ പീക്ക് പവർ 14.7 BSP. എന്തായാലും യൂട്യൂബിലെ വീഡിയോ കണ്ട് പാട്ട് കേട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി സഞ്ചരിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം വാഹനം നിർത്തിയിടുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതൊന്നും വർക്ക് ചെയ്യില്ല. അതിലേറ്റവും മികച്ച കാര്യം നാവിഗേഷനാണ്. അതിൽ നമുക്ക് ക്ലൈമറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കി എത്തേണ്ട സ്ഥലത്ത് എത്താൻ സാധിക്കും. ഇനി ചാർജിങ്ങിലേക്ക് വേണമെങ്കിൽ ഒരു 950 വാട്ടിൻ്റെ നോർമൽ ചാർജറാണ് നമുക്ക് ഈ വാഹനത്തോടൊപ്പം കിട്ടുക. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 kW ഒരു ഫിക്സഡ് ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് 4.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകും. പക്ഷേ ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റ് മതി ഫുൾ ചാർജ് ആകാൻ. എന്തായാലും ഒരു ടെക് പാക്ഡ് ആയിട്ടുള്ള സ്കൂട്ടറാണ് ഇതെന്ന് പറയാം. അതോടൊപ്പം തന്നെ കാണാനുള്ള ഭംഗിയുണ്ട്, ആവശ്യത്തിന് വേണ്ട റേഞ്ചുമുണ്ട്. വില അല്പം കൂടുതലാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇത്രയും ഫീച്ചേഴ്സ് കണ്ടു കഴിയുമ്പോൾ വില കൂടുതലാണെന്ന് നമുക്ക് തോന്നുകയുമില്ല. അതാണ് ഏറ്റവും പുതിയ TVS X. അപ്പോൾ എന്തായാലും സാധാരണ ഇതിൽ നമ്മൾ സ്കൂട്ടറൊക്കെ ടെസ്റ്റ് ഡ്രൈവിനെടുത്ത് വരികയാണെങ്കിൽ ഇവിടെ വന്നൊരു 1 മണിക്കൂറിനുള്ളിൽ പരിപാടിയും തീർത്ത് നമ്മൾ ഇഡ്ഡലിയും മുട്ട പുഴുങ്ങിയതും കഴിച്ച് തിരിച്ചു പോകുന്ന പരിപാടിയാണ്. പക്ഷേ ഇത് കുറേ പഠിക്കേണ്ടി വന്നു, കുറേ കാര്യങ്ങൾ ഈ വാഹനത്തിലുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പുതിയ TVS Xൻ്റെ പ്രത്യേകതയും. അപ്പോൾ TVSൻ്റെ വാഹനങ്ങൾ ഏറ്റവും വില കൂടിയ, ഇപ്പോൾ 310 സീരീസിൽ പെടുന്ന വാഹനങ്ങൾ ഒഴിച്ചു നിർത്തി ഏറ്റവും വില കൂടിയൊരു വാഹനമാണ്. കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും ഈ ഒരു വാഹനം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. പക്ഷേ അതിന് അനുസരിച്ചുള്ള ധാരാളം കാര്യങ്ങളിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അത് സോഫ്റ്റ്വെയറിന് തന്നെ എത്രത്തോളം കോസ്റ്റ്ലി സോഫ്റ്റ്വെയർസൊക്കെയാണ് നമുക്ക് ആലോചിച്ച് മനസ്സിലാകും. എത്ര കാലം കൊണ്ടായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 വർഷം മുമ്പാണ് ഇതിൻ്റെ മീഡിയ റൈഡ് നടത്തിയത്. അതിനുശേഷം 2 വർഷം വരെ വെച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ ബഗ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ചാർജ് ആകുന്ന, വളരെ ദൂരം നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നൊരു വാഹനമാണിത്. പക്ഷേ എന്തുകൊണ്ട് ഈ വാഹനം വാങ്ങിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു സ്റ്റൈലിഷ് ലുക്കും അതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങളുമൊക്കെയാണ് ഇതിനെ കൂടുതൽ നമ്മളെ അടുപ്പിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വിലയ്ക്ക് ഇതിനേക്കാളൊക്കെ റേഞ്ചുള്ള വാഹനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലുള്ള പല വ്യത്യസ്തതകളുമാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ TVSൻ്റെ വാഹനങ്ങൾ ഓടിച്ചു കഴിയുമ്പോൾ TVSനെ ഒന്ന് അഭിനന്ദിച്ച് പോകും. കാരണം ഇന്ത്യൻ കമ്പനി ഇത്രയധികം ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തന്നെയുമല്ല, അവർ ആ ഒരു പൊസിഷൻ, അവരുടെ പൊസിഷൻ ഉണ്ട്, അതിനൊരിക്കലും താഴേക്ക് പോകുന്നില്ല. എപ്പോഴും പുതിയ പുതിയ മോഡലുകൾ കൊണ്ടുവരുന്നു. അങ്ങനെ മുന്നോട്ട് പോകട്ടെ TVS എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.